ഹലോ, ന്യൂമാറ്റിക് സിസ്റ്റംസിലെ സുരക്ഷാ നടപടിക്രമങ്ങൾ സംബന്ധിച്ച ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ അവസാനത്തോടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ജോലി ചെയ്യുമ്പോൾ സുരക്ഷ പാലിക്കാനും വ്യക്തിഗത പരിരക്ഷണ സാമഗ്രി തിരഞ്ഞെടുക്കാനും ന്യൂമാറ്റിക് മെയിൻ്റനൻസ് പ്രാക്ടീസുകൾ ആസൂത്രണം ചെയ്യാനും ന്യൂമാറ്റിക് മെയിൻ്റനൻസിന്റെ ശരിയായ പ്രാക്ടീസുകൾ തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് കഴിയും. ന്യൂമാറ്റിക് സിസ്റ്റത്തിലെ സുരക്ഷാ നടപടിക്രമങ്ങൾ നമുക്ക് പരിശോധിക്കാം. വേണ്ടത്ര അറിവില്ലാതെ ന്യൂമാറ്റിക് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. കംപ്രസ്ഡ് എയറിന്റെ ഹാനികരമായ ഇഫക്റ്റിൽ നിന്ന് നിങ്ങളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുക. എയർ ഹോസിൽ വിള്ളലുകളോ മറ്റു കേടുപാടുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. കൺട്രോൾ വാൽവ് തുറക്കുന്നതിന് മുൻപ് സമീപത്തുള്ള ഉദ്യോഗസ്ഥർ എയർ ബ്ലോയുടെ പാതയിലല്ലെന്ന് ഉറപ്പാക്കുക. കംപ്രസ്ഡ് എയറിന് സമീപം ഒരിക്കലും നിൽക്കരുത്. പ്രധാന എയർ സപ്ലൈ ഓൺ ചെയ്യരുത്. വിച്ഛേദിച്ച പൈപ്പുകൾ ശരിയായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അല്ലാത്ത പക്ഷം വിച്ഛേദിച്ച പൈപ്പ് വീശിയടിച്ച് പരിക്കേൽക്കാം. ഒരു ജോയിന്റിൽ നിന്ന് വായു ചോർന്നാൽ ഉടൻ എയർ വാൽവ് അടയ്ക്കുക. സർക്യൂട്ട് മാറ്റുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും എയർ ഓഫ് ആക്കുക. പിസ്റ്റൺ റോഡിൽ നിന്ന് നിങ്ങളുടെ കൈകൾ മാറ്റിപ്പിടിക്കുക. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലായ്പ്പോഴും വ്യക്തിഗത പരിരക്ഷണ സാമഗ്രി ധരിക്കുക. നമുക്ക് ന്യൂമാറ്റിക്സിന്റെ ഗുണങ്ങൾ നോക്കാം. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുകളിൽ ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ എന്ന നിലയിൽ ന്യൂമാറ്റിക്സ് അറിയപ്പെടുന്നു. ഇനി പറയുന്ന നേട്ടങ്ങൾ അതിനുള്ള കാരണമാണ്. സൗജന്യ എയർ ലഭ്യമാണ്. എല്ലായിടത്തും പരിധിയില്ലാത്ത അളവിൽ എയർ ലഭ്യമാണ്. പൈപ്പുകളിലൂടെ എയർ കംപ്രസ് ചെയ്യാനും പ്രഷറൈസ് ചെയ്യാനും കൊണ്ടുപോകാനും കഴിയും. ഹാനികരമായ ഫലങ്ങളില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് എയർ പുറന്തള്ളാൻ കഴിയും. അതിവേഗത്തിലുള്ള പ്രവർത്തനം, വേഗനിയന്ത്രണം സാധ്യമാണ്. ഓവർലോഡിൽ നിന്ന് സിസ്റ്റം സുരക്ഷിതമാണ്. വായു കത്തുന്നില്ല. ലളിതമായ ഡിസൈനും നിർമ്മാണവും, നീണ്ട ആയുസ്, കുറഞ്ഞ മെയിൻ്റനൻസ്, ഘടകഭാഗങ്ങൾ ലളിതമായ ഡിസൈനിലുള്ളതിനായതിനാൽ ചെലവ് കുറവാണ്. ഇനി നമുക്ക് പരിമിതികളിലേക്ക് ഒന്ന് നോക്കാം. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് ഇനി പറയുന്ന ചില പരിമിതികളുണ്ട്. ന്യൂമാറ്റിക് സിസ്റ്റം ഒരു ചതുരശ്ര സെന്റിമീറ്റർ 3000 കിലോഗ്രാം ഫോഴ്സ് എന്ന പരിധി വരെ ഇക്കണോമിക്കലാണ്. പൊടിയും ഈർപ്പവും കളയാൻ ന്യൂമാറ്റിക്സിന് മികച്ച ഗുണനിലവാരമുള്ള സാമഗ്രികൾ ആവശ്യമാണ്. അതായത് എയർ ഫിൽറ്ററുകളും ഡിസ്മോയ്സ്ചറും. എയർ എക്സ്ഹോസ്റ്റ് ശബ്ദമുള്ളതാണ്. ഏകീകൃത വേഗം സാധ്യമല്ല. അകത്തെ ഘടകഭാഗങ്ങൾ തമ്മിലുള്ള ഘർഷണം ഒഴിവാക്കാൻ പ്രത്യേക ലൂബ്രിക്കേഷൻ സാങ്കേതികത ആവശ്യമാണ്. ചോർച്ചയുണ്ടായാൽ ന്യൂമാറ്റിക് സിസ്റ്റം ചെലവേറിയതാവുകയും 7 ബാറിനപ്പുറം വായു കംപ്രസ് ചെയ്യുന്നത് ചെലവേറിയതുമാണ്. ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഇനി പറയുന്ന സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം. ന്യൂമാറ്റിക്സ് ഘടകഭാഗങ്ങളുടെ തേയ്മാനത്തിനെതിരെ മുൻകരുതൽ എടുക്കുക. ശരീരഭാഗങ്ങൾ വൃത്തിയാക്കാൻ കംപ്രസ് ചെയ്ത എയർ ഉപയോഗിക്കരുത്.
ന്യൂമാറ്റിക് സിസ്റ്റം വൃത്തിയാക്കാൻ ഒരിക്കലും മണ്ണെണ്ണ ഉപയോഗിക്കരുത്. കംപ്രസ് ചെയ്ത എയർ ലിഗ്നൈറ്റ് ചെയ്തില്ലെങ്കിലും പ്രഷർ കാരണം പൊട്ടിത്തെറിക്കാം. ന്യൂമാറ്റിക് സിസ്റ്റം ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുന്നു. മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത് ഞെരുങ്ങൽ അല്ലെങ്കിൽ ക്രഷിംഗ് ആണ്. അതിനാൽ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പ്രവർത്തിക്കുന്ന ഘടകഭാഗങ്ങളിൽ കൈകൾ വയ്ക്കരുത്. മൂർച്ചയുള്ള അരികുകളുള്ള പ്ലാസ്റ്റിക് പൈപ്പുകളുടെ സമ്പർക്കം ഒഴിവാക്കുക. മെയിൻ്റനൻസ് വർക്കിന് മുൻപ് ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ പ്രഷർ ഒഴിവാക്കുന്നത് പ്രധാന വാൽവ് അടയ്ക്കുക. അയഞ്ഞ കണക്ഷൻ ന്യൂമാറ്റിക് ഹോസ് വിട്ടുപോരാൻ കാരണമായേക്കാം. വായുപ്രവാഹം കാരണം ഹോസ് വീശിയടിക്കുന്ന സാഹചര്യം ഇതുണ്ടാകാം. ഈ വീശിയടിക്കൽ പരിക്കിന് കാരണമായേക്കാം. ന്യൂമാറ്റിക് സിസ്റ്റം മെയിൻ്റനൻസിന്റെ ട്രബിൾ ഷൂട്ടിംഗ് യുക്തിസഹമായ രീതിയിൽ ചെയ്താൽ മിക്ക ന്യൂമാറ്റിക് സിസ്റ്റം പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രധാന വസ്തുത. ട്രബിൾ ഷൂട്ടിംഗ് സമയത്ത് പ്രധാന പരിഗണന സുരക്ഷയ്ക്കായിരിക്കണം. എക്യുപ്മെന്റ് പരിശോധിക്കുക. ഓപ്പറേറ്ററുടെ സഹായത്തോടെ കംപ്ലൈന്റുകൾ വ്യക്തമായി മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുക. ആഴ്ചയിലൊരിക്കൽ കംപ്രസർ, ടാങ്ക്, ഫിൽറ്റർ, ബൗൾ എന്നിവയും ഡ്രെയിൻ കോക്കുകൾ ഉള്ള എയർ ലൈനുകളും ഡ്രെയിൻ ചെയ്യുക. കംപ്രസർ ക്രാങ്ക് കേസ്, ഓയിൽ ലെവലുകളും റിലീഫ് വാൽവിന്റെ കംപ്രസ് സുരക്ഷയും പരിശോധിക്കുക. മാസത്തിലൊരിക്കൽ ഡിസ്ചാർജ് എയർ ഫിൽറ്റർ പരിശോധിക്കുകയും വാൽവ് സെറ്റിംഗ് കുറയ്ക്കുന്നതിന്റെ പ്രഷർ പരിശോധിക്കുകയും ചെയ്യുക. ഓരോ 3 മാസത്തിലും ഒരിക്കൽ ക്രാങ്ക് കേസ് ഓയിൽ മാറ്റുക. കംപ്രസർ മോട്ടോറുകൾ ഓയിൽ ചെയ്യുക. കംപ്രസർ പ്രഷർ സ്വിച്ചുകൾ പരിശോധിക്കുക. ഓരോ 6 മാസത്തിലും ഒരിക്കൽ എയർ ലൈനുകളിലെ ഈർപ്പം, ഓയിൽ, അഴുക്ക് എന്നിവ പരിശോധിക്കുക. ഇൻടേക്ക് എയർ ഫിൽറ്റർ, ബെൽറ്റ്, സ്ക്രീൻ തരങ്ങൾ എന്നിവ ക്ലീൻ ചെയ്യുക. കംപ്രസർ ബെൽറ്റ്, പ്രഷർ റിലീഫ് വാൽവുകൾ, കാലിബ്രേഷൻ, ഓപ്പറേഷൻ, നോസിലുകൾ, ട്രാൻസിയൻറ്റുകളുടെ നിയന്ത്രണങ്ങൾ, അതായത് കൺട്രോളറുകൾ, പ്രഷർ കൺട്രോളറുകൾ, തെർമോസ്റ്റാറ്റുകൾ, ഹ്യൂമിഡിസ്റ്റാറ്റുകൾ, പ്രഷർ ട്രാൻസ്മിറ്ററുകളുടെയും കൺട്രോളറുകളുടെയും പൈപ്പിംഗ് എന്നിവ പരിശോധിക്കുക. ഘടകങ്ങളും ഹ്യൂമിഡിസ്റ്റാറ്റുകളും ക്ലീൻ ചെയ്യുക. വർഷത്തിലൊരിക്കൽ കാർട്രിഡ്ജ് ടൈപ്പ് ഇൻടേക്ക് എയർ ഫിൽറ്ററുകൾ മാറ്റുക. റിസീവർ കൺട്രോളറുകളുടെയും വാൽവുകളുടെയും കാലിബ്രേഷനും വാൽവുകൾ നന്നായി മുറുക്കി അടച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. നമ്മൾ ന്യൂമാറ്റിക് സിസ്റ്റംസിലെ സുരക്ഷാ നടപടിക്രമങ്ങൾ സംബന്ധിച്ച ഈ സെഷന്റെ അവസാനത്തിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂമാറ്റിക് സിസ്റ്റംസിൽ ജോലി ചെയ്യുമ്പോൾ സുരക്ഷ പാലിക്കാനും വ്യക്തിഗത പരിരക്ഷണ എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കാനും ന്യൂമാറ്റിക് മെയിൻ്റനൻസ് സമ്പ്രദായങ്ങൾ ആസൂത്രണം ചെയ്യുവാനും ന്യൂമാറ്റിക് മെയിൻ്റനൻസിന്റെ സമ്പ്രദായങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിയും.